ഇത് എന്നെ പടമായിരുന്നല്ലേ. സഭയ്ക്ക് കലക്കി ശരിക്കും രോമാഞ്ചം വന്ന്. ആ നൈറ്റ് സീനൊക്കെ ഒന്നും പറയാനില്ല. ഹോ, അർജുനേഷനൊക്കെ എന്തായിരുന്നു പൊളി. എന്തായാലും നൈറ്റ് ഹോസ്റ്റൽ ചാടിയത് വെറുതെ ആയില്ല. പടമെങ്കിലും നന്നായല്ലോ. ആ അത് ശരിയാ. അല്ലട ഷിബി, ഇനി നമ്മള് ചെല്ലുമ്പോ ആ കിഴങ്ങപ്പനെങ്ങാനും അവിടെ എങ്ങാനും ഉണ്ടാകോ? നീ നാവിടത്തൊന്നും പറയല്ല എന്റെ അജിമല്ലേ, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് കഷ്ടകാല. എന്റെ റബ്ബേ, ഈ ഭാഗ്യമില്ലാത്ത സ്ഥലങ്ങളിലെപ്പോഴല്ല ഞാൻ പോകുന്നേ. നീ എന്നെ കാത്തോണേ. ഇവന്മാരൊക്കെ ഇത് എങ്ങോട്ടാ? ഇനി അങ്ങേരെങ്ങനെ തട്ടിപ്പോയോ? ഇത് ഹോസ്റ്റൽ മൊത്തം ഉണ്ടല്ലോ. അങ്ങേര് തട്ടിപ്പോയിട്ട് ഇവരൊക്കെ ഇപ്പൊ ഇറങ്ങിയത് തന്നെ. ആ പറഞ്ഞ നാവെടുത്തില്ല, വരുന്നുണ്ടല്ലോ വവ്വാല്. ഇങ്ങേർക്ക് ഇത് ഉറക്കൊന്നുമില്ലേ? രാത്രിയാവും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നോളും. ഇങ്ങേരെന്താ കഴിഞ്ഞ ജന്മത്തിൽ വല്ല മാടനോ യക്ഷോ എങ്ങാനായിരുന്നോ? ഇത് അതൊന്നല്ലടാ, ഇത് അതിന് കൂടി എന്താ ഏനാ. അഞ്ഞോണ്ട് നിക്കാണ്ട് വന്ന് ചാടാ നോക്ക്. ഇനി അങ്ങേരുടെ എങ്ങാനും കയ്യിൽപ്പെട്ട തീർന്നു. എന്റെ പടച്ചോനെ, എന്റെ പടച്ചോനെ, രക്ഷപ്പെട്ട്. ഈ മതിലൊക്കെ ചാടി കക്കാൻ പോണ കള്ളന്മാരൊക്കെ സമ്മതിക്കണോല്ലേടെ ഡേവി. വയ്യാണ്ടായി. അതെ, വല്ലപ്പോഴും ഈ വർക്കൗട്ടൊക്കെ ഒന്ന് ചെയ്യണേ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതെങ്ങനെയാ? നിനക്ക് അകത്തേക്ക് കയറ്റണമെന്ന വിചാരം മാത്രമല്ലേ ഉള്ളൂ. ഓടെ വന്നീ, ആര് പറഞ്ഞു? ഞാൻ എല്ലാ ദിവസവും ടോയ്ലറ്റിൽ പോകാറുണ്ടല്ലോ. ഓ നന്നായി. അതല്ലട പോത്തെ, കഴിക്കുന്നതിനനുസരിച്ച് വല്ലപ്പോഴും വർക്കൗട്ട് കൂടി ചെയ്യണമെന്നാ പറഞ്ഞേ. ഓ, ഞാൻ വിചാരിച്ച് ടോയ്ലറ്റിൽ പോണ കാര്യമായിരിക്കുമെന്ന്. ഓ, നിനക്കല്ലേലും തിന്നാ തൂറാന്നുള്ള വിചാരം മാത്രമല്ലേ ഉള്ളൂ. അല്ലടാ, ഞാൻ പിന്നെ നിന്നെപ്പോലെ തൂറാ തിന്നാന്ന് വിചാരിക്ക. ഓ എന്റെ അജിമലെ, നിന്റെ ആ ക്ലോസറ്റ് ഒന്ന് അടച്ചു വെക്ക്. വാ തുറന്ന അശ്ലീലം മാത്രമേ പറയൂ നീ. ഓ, എന്റെ വാ ക്ലോസറ്റ് ആണെങ്കിൽ നിന്റെ വാ കക്കൂസാടാ. നിർത്തുന്നുണ്ട് എല്ലാവരും. വന്ന് കേറിയില്ല അപ്പോഴേക്കും തുടങ്ങി. ഇനി ഒരു അക്ഷരം വേണ്ടിയ നിന്റെ ഒക്കെ നാവ് ഞാനിങ്ങ് പുറത്തു കൊടുക്കും. ഓ, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. ഞങ്ങൾക്ക് കിടക്കട്ടെ എന്നാ. ആ, അതാ നിനക്ക് നല്ലത്. എടാ കാർത്തി, ഇന്നലെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നടാ? പടം കണ്ടോ? എങ്ങനെയുണ്ട് പടം? എടാ മോനെ, പൊളിപ്പടം. നീ പറഞ്ഞപ്പോ ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല. ആടാ, ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും പടം അടിപൊളിയാ. പിന്നെ എന്തോ റിയൽ സ്റ്റോറിയാന്നൊക്കെയാ പറയുന്നേ. എന്ത് റിയൽ സ്റ്റോറിയോ? അതൊക്കെ റിയൽ സ്റ്റോറി ആയിരുന്നാ? ആടാ, അവര് കുറച്ചേര് ബാംഗ്ലൂർ എങ്ങോട്ടോ പോയപ്പോ അവിടെ വെച്ചെന്തോ സംഭവിച്ചതാണത്രേ. ശരിക്കും? അപ്പൊ ഈ ഗോസ്റ്റ് ഒക്കെ ഉണ്ടല്ലേ? പിന്നല്ലാതെ. ഉണ്ടോന്നോ? എടാ, ഗോസ്റ്റ് ഒക്കെ ശരിക്കും ഉള്ളതാ. പണ്ട് ഞാൻ 10th പഠിക്കുമ്പോ ഞാനും എന്റെ കസിനും കൂടെ ഇതുപോലൊരു കോജോ ബോർഡ് കളിച്ചതാ. പിന്നെ എടാ സത്യം. എന്നിട്ട് നീ ഇതൊന്നും ഞങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അപ്പൊ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് എന്നിട്ട് ആ ഗ്ലാസ് ഒക്കെ അനങ്ങിയ? പിന്നെ അനങ്ങിയോന്നാ? ഞങ്ങളൊക്കെ ആകെ അങ്ങ് പേടിച്ച്. മരിച്ചുപോയ വല്യമ്മയുടെ ആത്മാവാ വന്നേ. എന്നിട്ടെന്താ? വല്യച്ഛൻ നല്ല സീനാക്കി. എന്തിന്? വല്യമ്മ പോയപ്പോഴാ മൂപ്പർക്ക് കുറച്ച് സമാധാനം കിട്ടി. അത് തല്ലിക്കിടത്ത് നോക്കി ആരായാലും സമ്മതിക്കൂ. പിന്നെ ആകെ ബഹളമായിരുന്നു. ഞങ്ങൾ ആളുടെ സമാധാനം കിടത്താൻ വേണ്ടിയിട്ടാ മരിച്ചുപോയ വല്യമ്മേനെ വിളിച്ചു വരുത്തിയതെന്നൊക്കെ പറഞ്ഞ് വലിയ പുകലുണ്ടാക്കി. പിന്നെ ചുമ്മാതൊന്നും അല്ല, സത്യമാടാ. ആ പറഞ്ഞതില് കാര്യമുണ്ടടാ. ആ, ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു എന്റെ മൂത്തൂപ്പ. മൂപ്പര് ഇതുപോലെ ഒരു ദിവസം രാത്രി കടയൊക്കെ പൂട്ടി ഇങ്ങനെ വരായിരുന്നു. അപ്പോഴായിരുന്നു വെള്ള സാരിയൊക്കെ എടുത്ത് തട്ടൊക്കെ ഇട്ട് മൂത്തുമ്മ നിക്കണത്. എന്നിട്ട് മൂത്തൂപ്പാട് ഒരു ചോദ്യം: എവിടെ ഇരുന്ന് മൂപ്പരെ നിങ്ങൾ ഇത്രയും നേരെന്ന്. അത് കേട്ടപാടെ മൂത്തൂപ്പയുടെ ബോധം പോയി. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാ വന്നേ. ആര്? മൂത്തൂമ്മയോ? മൂത്തൂമ്മയല്ലട, ബോധം കഴിഞ്ഞു നിന്റെയൊക്കെ തള്ള്.
പരീക്ഷയ്ക്ക് പോലും നീ ഒന്നും ഇത്രയും തള്ളിയിട്ടില്ലല്ലോടാ അജ്മലേ. അതിനാരാ ഇപ്പൊ ഇവിടെ തള്ളിയത്? നമ്മളൊരു സത്യമല്ലേ പറഞ്ഞത്? നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞമ്മന്റെ മൂത്തുപ്പാടെ പോയി ചോദിക്ക്, അപ്പൊ മനസ്സിലാവും നിനക്ക്. അതിനാള് മരിച്ചിട്ട് 2 വർഷമായില്ലേ. ഓ, ഇനി അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. നമ്മള് പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നില്ല, പിന്നെയാ മരിച്ചുപോയി നമ്മുടെ മൂത്തുപ്പ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പോകുന്നേ. എടാ അങ്ങനെയല്ലടാ, അവൻ പറഞ്ഞതും സത്യമായിരിക്കൂടാ. അതെന്താ, അവന്റെ മൂത്തുപ്പ നിന്നോട് പറഞ്ഞിട്ടാണോ മരിക്കാൻ പോയേ? ആ, ഏ അതല്ല, ഈ കോസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞതായിരുന്നു. ഈ കോജോ ബോർഡൊക്കെ ഇല്ലേ, അതൊക്കെ സത്യമാടാ. കോജോ ബോർഡ് അല്ലടാ പൊട്ട, ഓജോ ബോർഡ്. ആ, എന്തായാലും അതൊക്കെ സത്യമാ. പോയി ഓജോ ബോർഡൊക്കെ വെച്ച് കളിച്ച പെണ്ണുങ്ങളൊക്കെ വരുമോ? അതിനത് ഡേറ്റിംഗ് ആപ്പ് അല്ല, ഗോസ്റ്റിനെ വിളിച്ചു വരുത്തുന്നേ, അല്ലാതെ മേനകയെ രംഭയെ അല്ല. ഓ, അവരെ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും നിനക്ക് സിൽക്ക് സ്മിതയെ വിളിക്കാലോ, അവരിപ്പോ ഗോസ്റ്റ് അല്ലേ. ആ, അത് ശരിയാണല്ലോ. എന്ത് ശരിയാണെന്ന്? മരിച്ചിട്ടെങ്കിലും അവരെയൊക്കെ ഒന്ന് വെറുതെ വിട്ടുവിടടാ നിനക്കൊക്കെ. ഓ പിന്നെ, ഓൾക്കവിടെ 100 കൂട്ടം പണിയല്ലേ, വെറുതെ ഇരിക്കായിരിക്കും. നീ നമുക്കൊന്ന് വിളിച്ചു നോക്കാടാ. പന്നി, നാണില്ലേടാ നിനക്കൊക്കെ? ഞാനെന്താ നിങ്ങളുടെയൊക്കെ കൂട്ടിക്കൊടുപ്പായിരുന്നോ? ഓ, വലിയ പുണ്യാളൊന്നും കളിക്കണ്ട, നിന്നെ ഞാൻ കറഞ്ഞൂടേടാ. എടാ ഷിബി, നമുക്കിതൊക്കെ നോക്കാം. നീ ഇതൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, പിന്നെന്താ? അതൊക്കെ ശരിയാ, എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മൾ ഇന്ന് അതങ്ങ് ചെയ്തു നോക്കുന്നു, അത്ര തന്നെ. പക്ഷെ ആ വവ്വാലെങ്ങാൻ അറിഞ്ഞ? ആരും അറിയില്ലടാ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. എടാ നിനക്കൊന്നും വേറെ പണിയില്ലേടാ, അവർക്കോ ബുദ്ധിയില്ല. ആ കൂട്ടത്തിൽ ഇപ്പൊ നീയും ചേർന്നോ കാർത്തി? എടാ ഇബി, വെറുതെ നോക്കാടാ. എന്തായാലും 2 ഇത്രയും തള്ളി മറിച്ചതല്ലേ, ഇനി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ എന്താ? എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? ബിരിയാണി അല്ലടാ, ചുടു ചോറയാ കിട്ടാൻ പോകുന്നേ. നമുക്കിത് വേണോടാ ദേവി. നീ തന്നെയാണോ ഇത്ര നേരം ഇവിടെ നിന്ന് തള്ളി മറിച്ചത്? എന്നിട്ട് അവൻ ദേ, നിനക്ക് അത്രക്കും പേടിയാണെങ്കിൽ എഡ്വിയുടെ കൂടെ പോയി ഇരുന്നോ. ഞങ്ങൾ എന്തായാലും ഇന്ന് രാത്രി അത് ചെയ്തിരിക്കും. ഇനി അത് ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എടാ വാതിലുറുക്ക്, ഇതാ വരുന്ന, 1 മിനിറ്റ്. എന്താടാ, സാധനം കിട്ടിയോ? എടാ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? എന്ത് പ്രശ്നം? നീ പേടിക്കാതെ ഇങ്ങ് വന്നേണ്ട അച്ഛമല്ലേ. എടാ ശരിക്കും നിനക്ക് ഇത് വല്ലത് അറിയോടാ ഷിബി? വേണമെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മതി, എനിക്ക് വല്ല നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങളെ നിർബന്ധിച്ചോണ്ടാ. നിനക്കൊക്കെ മുഴുത്ത വട്ട. ഈ നേരം ഉണ്ടെങ്കിൽ പുറത്തുപോയി സിനിമയും കണ്ട് മന്തിയും കഴിച്ചിട്ട് വരാം. ആടാ, ഇതൊക്കെ വേണോ? എങ്ങാനും സിൽക്ക് സ്മിതയ്ക്ക് പകരം നീലി എങ്ങാനും വന്നാലോ? നീലിയോ? ആ, കള്ളിയങ്കാട്ട് നീലി. നീലിയല്ല, നിന്റെ വാപ്പ വരും, നോക്കിയിരുന്നു. അതിന് എന്റെ വാപ്പ മയ്യത്തായിട്ടില്ലല്ലോ. കഴുത, തന്ത കളിച്ചിട്ട് മനസ്സിലായില്ല. എടാ ബി, നീ വരുന്നുണ്ടെങ്കിൽ വന്നേ, ചുമ്മാ അതും പറഞ്ഞ് നിൽക്കാതെ. ഞാനെങ്ങും ഇല്ല, ഞാൻ സച്ചിന് കൂടെ പടത്തിന് പോകാം. എനിക്ക് വട്ടാണല്ലോ ഇവിടെ ഇങ്ങനെ കുത്തിരിക്കാൻ. അവൻ തുടങ്ങി പോട്ടെ, നമുക്ക് എന്തായാലും തുടങ്ങാം. എടാ നിനക്കെന്താ വിഷ്ണുവിനോട് വിളിക്കായിരുന്നില്ലേ? അവൻ ഇതിപ്പോ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ അവിടെ? എടാ നിങ്ങൾ വിളിക്കാനായിട്ടാണോ? അവൻ വരാനായിട്ടല്ലേ? അടുത്ത മാസം എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴേ കുത്തിരുന്ന് പഠിക്കാവൻ. അപ്പൊ ഇതുവഴി പോണ്ട. ഇന്നലെ ഇവിടെ വെച്ചാ വബാൽ അനന്തുവിനെയും ഗ്യാങ്ങിനെയും പിടിച്ചത്. നമുക്ക് ഈ വഴി പോകാം, വാ. എടാ ഇനി അങ്ങേര് ഇവിടെ എങ്ങാനും കാണും. എടാ ഇതെന്താ, ഹോസ്റ്റലിൽ കറണ്ട് ഫുള്ള് പോയോ? പോയതായിരിക്കില്ലടാ, വവ്വാല് കട്ട് ചെയ്തതായിരിക്കും. അങ്ങേർ കൊടുക്കത്തെ കുരുട്ടുബുദ്ധിയാ. നമ്മൾ ഈ മതിൽ ചാടുമ്പോഴായിരിക്കും അങ്ങേര് കറണ്ട് ഓൺ ചെയ്യാൻ പോകുന്നത്. വേണ്ടാത്ത ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാതെ കൂടെ പാടത്തണ്ടി.
ഭാഗ്യം കറണ്ട് വന്നില്ല. എന്നാൽ എന്താണപ്പോ ഇപ്പൊ ഒരു കറണ്ട് പോക്ക്? ആ, ആർക്കറിയാം. എന്തായാലും പോയത് നന്നായി. അതുകൊണ്ട് അങ്ങയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എടാ സച്ചി, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി എന്നാ. ദേവി, ദേവി, ഇതാ വാതിൽ ഓർക്കടാ. ഓ, വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു. ഇവര് നേരത്തെ കിടന്നോ? എടാ കാർത്തി, കാർത്തി എഴുന്നേക്ക്. എടാ കാർത്തി. എടാ നിനക്കൊക്കെ എന്താടാ? എടാ എന്ത് പറ്റിയടാ? എന്താടാ നിനക്കൊക്കെ? എനിക്ക് വീട്ടിൽ പോണോ? എല്ലാരെങ്കിലും കൊണ്ടുപോ. അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എല്ലാവരും ഞാൻ പറയുന്ന പോലെ പറയണം. Good spirit, please come. 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 എടി ഇത് കൊറേ നേരമായല്ലോ. ഇത് വല്ല നടക്കോ? ആടാ ഈ തെണ്ടി നമ്മളെ പറ്റിച്ചതാ. ഇവനൊരു കുന്തവും അറിയില്ല. ചുമ്മാ ആളെ കളിയാക്കാനായിട്ട്. യക്ഷി പോയിട്ടൊരു കാറ്റ് പോലും വരുന്നില്ല. ഇത് എന്റെ കുഴപ്പമൊന്നുമല്ല. വിളിക്കുമ്പോ കോടി വരാണ്ടത് നിന്റെ കുഞ്ഞമ്മ ഒന്നല്ല, യക്ഷിയാ. അതിന് ഇഷ്ടമുണ്ടെങ്കിലും അത് വരൂ. പിന്നെ നിങ്ങളെ കാക്രാന്ന് കണ്ടപ്പോ അതും വിചാരിച്ചു കാണും വരണ്ടാന്ന്. ഞാനാടാ. എന്താടാ പട്ടി നിനക്ക്? മനുഷ്യന്മാരെ കൊല്ലാനായിട്ട്. അത് പിന്നെ വന്നിട്ട് ഇരുത്തി വരൂ. എന്തിന്? എന്തിനാടാ? ഒന്ന് വേടാ. എനിക്ക് ഒറ്റക്ക് പോവാൻ പേടിയായതുകൊണ്ടല്ലേടാ. ഒന്ന് വേടാ. നടക്ക്. ഇനി എന്ത് നോക്കിക്കോ നീ? കേറുന്നില്ലേ? അതോ നിന്റെ മുറ്റിന് മാറിയോ? കേറാനായിട്ട് ഇതൊന്ന് ഇറങ്ങണ്ടേ? ഇറങ്ങാനോ? അതിന്റെ അകത്ത് ആരാ ഉള്ളേ? ഷിബു ആയിരിക്കും. അവൻ എപ്പോഴുള്ളതോ ഞാൻ ടോയ്ലറ്റിൽ പോകുമ്പോ ഇങ്ങനെ കേറിയിരിക്കല്. അതിന് അവൻ ഇത്ര നേരം നമ്മുടെ ഇപ്പൊ ഹാളിൽ ഇരിക്കുന്നില്ലേ? പിന്നെ എങ്ങനെ അവൻ ഇതിന്റെ അകത്ത് കേറുന്നേ? ആ, അത് ശരിയാ. അപ്പൊ ഇതിന്റെ അകത്ത് ആരാ? നിന്റെ കുഞ്ഞമ്മ മനുഷ്യനെ വെറുതെ വടിയാക്കാൻ. ഒന്ന് കേറി പോടാ. എടേ സത്യമായിട്ട് അകത്തുനിന്ന് ലോക്കാടാ. മാറി നിക്കങ്ങ്, ഞാൻ തുറന്നു തരാം. ശരിയാണല്ലോ. ഇതാരാ അകത്തുനിന്ന് ലോക്ക് ചെയ്തേ? നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എബി ആണെങ്കിൽ പുറത്തും പോയി. പിന്നെ ഇതിന്റെ അകത്ത് ആരാ? അയ്യോ, പ്രേതങ്ങനാകോ? ഒന്ന് പോടാ അവിടുന്ന്, മണ്ടത്തിന് പറയാതെ. എനിക്ക് തോന്നുന്നു ഡോർ എന്തോ സ്റ്റക്കായിന്ന്. നമുക്ക് വല്ല സ്ക്രൂ ഡ്രൈവർ അങ്ങനെ വെച്ച് തുറക്കാൻ പറ്റുമോ നോക്കാം. തുറന്നിട്ടുണ്ട്. എല്ലാം നോക്ക് സാറ്. എന്താടാ? അയ്യോ, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ. അച്ഛമ്മലേ, ജീവൻ വേണമെങ്കിൽ രക്ഷ കേട്ടോടാ. പ്രേതം വന്നടാ.